റാലിയിൽ ടി.വി.കെ പോലീസ് നിർദ്ദേശം ലംഘിച്ചുവെന്ന കണ്ടെത്തൽ കൂടി പുറത്തുവരുന്നു. റാലിക്കായി പോലീസ് നൽകിയ 11 നിർദ്ദേശങ്ങളും ലംഘിച്ചുവെന്നാണ് കണ്ടെത്തൽ. മുന്നറിയിപ്പും നിർദ്ദേശങ്ങളും ലംഘിച്ചതോടെയാണ് അപേക്ഷകനായി ജില്ലാ ട്രഷററെ അറസ്റ്റ് ചെയ്തത്. സൂരജ് സരിയാണ് വിശദാംശങ്ങളുമായുള്ള. സൂരജ്, പൗൻരാജിന്റെ അറസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ നിർദ്ദേശങ്ങൾ ഒരെണ്ണം പോലും പാലിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണോ? ഇതിനു മുൻപും ഇത് സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ FIR-ൽ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് പുതിയ കണ്ടെത്തലുകൾ? അനുജ, FIR-ൽ ഗുരുതരമായ ആരോപണങ്ങൾക്കപ്പുറം ഈ പോലീസ് നൽകിയ നിർദ്ദേശമുണ്ട്. അതായത് 11 നിർദ്ദേശങ്ങൾ പോലീസ് ഈ പരിപാടിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ഈ ട്രഷററായിട്ടുള്ള പൗൻരാജാണ് ഈ പോലീസിന് അപേക്ഷ നൽകുന്നത്, ഇത്തരം ഒരു പരിപാടി നടത്താൻ അനുമതി തേടിക്കൊണ്ട്. അന്ന് തന്നെ പോലീസ് 11 നിർദ്ദേശം നൽകുന്നു. അതിൽ ഒരെണ്ണം പ്രധാനപ്പെട്ടത്, ഇത് ഏതെങ്കിലും തരത്തിൽ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇത് ഈ നിർദ്ദേശങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ ജീവഹാനി അടക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുണ്ടാവുകയാണെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം സംഘാടകർ ആയിരിക്കുമെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ 11 നിർദ്ദേശങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് അനുമതി നൽകിയതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ, അതായത് ഈ ദുരന്തത്തിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ 11 നിർദ്ദേശങ്ങളും പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അത് ലംഘിക്കപ്പെട്ടു എന്ന് തന്നെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇതിലെ സംഘാടകനായി അപേക്ഷ നൽകിയ പൗൻരാജിനെ ഈ കേസിൽ നേരത്തെ പ്രതി ചേർത്തില്ലെങ്കിൽ പോലും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മതിയഴകനുമുണ്ട്. നിലവിൽ ഇവർ രണ്ടുപേരുമുള്ളത് ഞാനിപ്പോൾ ഉള്ള ഈ കരൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ്. അല്പസമയത്തിനകം തന്നെ ഇവരെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇപ്പോൾ ഇരുവർക്കും ഭക്ഷണമടക്കം പോലീസ് നൽകുകയാണ്. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായി എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും കൃത്യമായി സംഘാടനത്തിലെ പിഴവുകൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ അനുജ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ സംഘാടകർ എന്ന് പറയുന്ന ഈ പ്രാദേശിക പാർട്ടി നേതാക്കളാണ്. സ്വാഭാവികമായും അവർക്കെതിരെ നടപടി എടുത്തതിന് ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിൽ വിജയിക്കെതിരെ പോലീസിന് നീങ്ങാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ സ്വാഭാവികമായും കോടതിയിലേക്ക് ചെല്ലുന്ന സമയത്ത് എന്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ വിജയെ ഇതിൽ പ്രതി ചേർത്തു എന്നൊരു ചോദ്യം ചോദിച്ചാൽ പോലീസും സർക്കാരും എല്ലാം വെട്ടിലാകും. അതുകൊണ്ട് തന്നെ ഇതിന്റെ സംഘാടകരെ കണ്ടെത്തി സംഘാടകർക്കെതിരെ നടപടി സ്വീകരിച്ചതിന് ശേഷം കോടതിയിൽ നിന്ന് ഒരു നിർദ്ദേശം വിജയ്ക്ക് എതിരെ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നിന്ന് വിജയ്ക്കെതിരെ ഒരു പരാമർശമെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെയും സർക്കാരിന്റെയും എല്ലാം തീരുമാനം. എന്തായാലും സംഘാടകരെ വ്യാപകമായി കേസിൽ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു. ഇപ്പോൾ 2 പേർ അറസ്റ്റിലായിരിക്കുന്നു. കൂടുതൽ പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം അത് പോലീസ് ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. അനുജ, അതാണ് പോലീസ് നൽകിയ 11 നിർദ്ദേശങ്ങളും ലംഘിച്ചു എന്ന കണ്ടെത്തലാണ്. അപ്പോൾ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് സൂരജ് സജി നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.